ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. വീട്ടിൽ മുട്ടയും തക്കാളിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ഏത് ടൈമിലും കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഇല്ല, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണമെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം എടുത്ത് പറയുകയാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ, എങ്കിലും നമ്മളിത് വാട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തക്കാളിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാനിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാൻ്റെ ഒരു അളവിൽ ഏകദേശം 2 എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത് തന്നെ എടുക്കണേ. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സൈസില്ലേ ആ ഒരു വലുപ്പത്തിൽ കിട്ടുന്ന തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലതെല്ലാം ഒരു രീതിക്ക് കിട്ടും. എൻ്റെ ഇപ്പോൾ അത് സെയിം അളവ് തന്നെ 2 ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യലെന്ന് പറയുമ്പോൾ നമുക്ക് വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ ആ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഓവർ നേരിയതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട, എന്നാൽ ഭയങ്കര കട്ടിയും വേണ്ട കേട്ടോ. ഒരു പാകത്തിനുള്ള ഒരു തിക്നെസ്സോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ ചിലപ്പോൾ നിങ്ങൾ ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തക്കാളിയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 3 മുട്ട ഞാൻ ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളെ ഫ്ലേവർ നോക്കാൻ നമ്മളെന്തായാലും ഇതിൽ പച്ചമുളകും കൂടി ഇടും കേട്ടോ. അത്യാവശ്യം എരിവ് വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ടിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒട്ടുന്നതിന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പാനിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാന് വെക്കുക. എന്നിട്ട് പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരം ബട്ടർ വേണ്ടിക്ക് ഇഷ്ടമുണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പാൻ്റെ എല്ലാ സൈഡിലുമായിട്ട് വട്ടത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് നിൽക്കുന്ന രീതിയിൽ വെക്കരുത്, എല്ലാ സൈഡിലും ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തക്കാളിനെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്ന പോലെ ജസ്റ്റ് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം തക്കാളിയല്ല, പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ ഒരു ടൈമിൽ തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ആ ഒരു മുട്ടയുടെ മിക്സില്ലേ അത് ഇതിൻ്റെ മുകളിൽ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം, എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. അതുപോലെ തന്നെ മുട്ട നിങ്ങൾക്ക് എത്രയോ എക്സ്ട്രാ കൂട്ടായിട്ട് 4 or 5 ഒക്കെ എടുക്കാം. എന്നിട്ട് അത്യാവശ്യം കട്ടിയോട് കൂടി ചെയ്യാം. പക്ഷേ തക്കാളിയുടെ അളവ് കൂട്ടണ്ട കേട്ടോ. ഇതുപോലെ ഒരൊറ്റ ലെവലിലായിട്ട് നിരപ്പായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന മുട്ട എത്രയും നിങ്ങൾക്ക് കൂട്ടാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളിയുടെ ഒക്കെ അളവ് കൂട്ടണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരുടെയും ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തക്കാളി തിരിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. തക്കാളി വീണ്ടും സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം മുട്ട വേവുന്ന ടൈം കൊണ്ട് തക്കാളി അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക അലിഞ്ഞു പോകുന്ന ടെക്സ്ചറിലായിട്ട് കിട്ടിക്കോളും. അതുകൊണ്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയത്തിലാക്കിയിട്ട് ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഓവർ ലോ ആക്കി വെക്കണ്ട. എന്നിട്ട് തിരിച്ചും മറിച്ചൊന്നും ഇടണ്ട. ഡയറക്റ്റ് മുകൾ ഭാഗം ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് അടപ്പ് തുറന്ന് ചെക്ക് ചെയ്യാം.
ഇപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ അടപ്പ് തുറന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, മുട്ട ഒട്ടും തന്നെ വെന്തിട്ടൊന്നുമില്ല കേട്ടോ, മുകൾ ഭാഗമൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ സ്പാച്ചിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ കുത്തി ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, മുട്ടയുടെ മിഡിൽ ഭാഗമൊക്കെ കണ്ടില്ല ബബിൾസ് പോലെ കുറച്ചൊന്ന് പൊങ്ങി വന്നേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ആ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇതെന്തായാലും ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ. എന്നിട്ട് ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുട്ട നന്നായിട്ട് കുക്കാകുന്നവരെ, മുകൾ ഭാഗം നന്നായിട്ട് ആറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മുടെ മുട്ട നല്ലപോലെ വെന്ത് വരും കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരും. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് സ്ലൈസ് ചീസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വെച്ച് കൊടുക്കുക കേട്ടോ, നിർബന്ധമാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏത് ടൈപ്പ് ചീസ് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. മൊസറല്ല ആണെങ്കിലും അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 3 സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം ആകുമ്പോഴത്തേക്കന്നെ, അതിന് മുന്നേ തന്നെ ആവും കേട്ടോ, ഒന്ന് ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീസൊക്കെ മെൽട്ടായി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ തന്നെ ചെരിച്ചിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം തിരിച്ചിട്ടിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീസൊക്കെ ചേർത്തില്ല, അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് പ്ലേറ്റിലേക്ക് പറ്റിയിട്ട് പോയി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ്. നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഏത് ടൈമിലും കഴിക്കാം കേട്ടോ, അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്